ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓയിൽ കൊടുക്കുക. അതിൻ്റെ ശേഷം സിംഗർ ആൻഡ് മെറിറ്റ് കമ്പനിയുടെ ഹെവി ഡ്യൂട്ടി 4423 പറഞ്ഞ മോഡലാണ് കേട്ടോ ഇത്. ഒരുപാട് പേർക്ക് ഇതിൽ ബോബിൻ എങ്ങനെ ഇടേണ്ടതെന്ന് അറിയില്ല, നൂല് കുടുങ്ങിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ മൊത്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെഷീനിൽ നൂല് കുടുങ്ങിയാലും നമുക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്യണം എന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പ്ലേറ്റ് അയക്കണം. ഈ പ്ലേറ്റ് അയക്കൽ എങ്ങനെയാണെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ 2 സ്ക്രൂ അയക്കുക കേട്ടോ. സ്റ്റാർ വേണം കേട്ടോ, അതിന് സ്റ്റാർ വെച്ചിട്ടാണ് അയക്കുക കേട്ടോ. പിന്നെ ഈ സ്ക്രൂ അയക്കുമ്പോൾ വീഴാതെ ശ്രദ്ധിക്കുക കേട്ടോ. താഴെ വീണാൽ ചിലപ്പം പ്രയാസമാവും കിട്ടാനൊക്കെ. അയച്ചിട്ട് നല്ല ഭാഗത്ത് വെക്കട്ടാ. അയച്ചെടുക്കട്ടോ. അത് ചെയ്യേണ്ട വിധം കണ്ടില്ല കള്. ഇപ്പം ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വലിച്ചിട്ട് വേണം പൊന്തിക്കാൻ കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ ഈ പ്രഷർ കൂട്ട് അയക്കുക കേട്ടോ. ഇത് അയക്കണം എന്നുണ്ടെങ്കിൽ ഈ ലിവർ ഈ ലിവർ കൊണ്ട് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. ഓക്കെ. പിന്നെ നമ്മൾ ഈ 2 നീഡൽ പ്ലേറ്റിൻ്റെ സ്ക്രൂ ഇങ്ങനെ അയക്കുക. മെഷീൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ പ്ലേറ്റ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും, പരന്നിട്ട് ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ, അതേറ്റും നമുക്കിത് പ്ലേറ്റ് അയച്ചെടുക്കാം കേട്ടോ. ഇത് തിരിച്ചിട്ട് കയ്യായിട്ട് തന്നെ എടുക്കുക കേട്ടോ. മെഷീനൊന്ന് ഓഫ് ചെയ്ത് ഇത് നല്ലതല്ല വെളിച്ചമാണ്. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക. പ്ലേറ്റ് അയച്ചെടുത്തതിൻ്റെ ശേഷം ഇതാണ് സ്റ്റോപ്പർ. അതാണ് സ്റ്റോപ്പർ. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ അയക്കണം കേട്ടോ. ഈ 2 സ്ക്രൂ കേട്ടോ. ഈ 2 സ്ക്രൂ അയക്കണേ. അയച്ചാൽ ടൈറ്റ് ആക്കും വേണം കേട്ടോ. സ്ക്രൂ എടുക്കണം എന്നില്ല, കുറച്ച് ലൂസ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. ഇനി എടുത്ത് വെച്ചിട്ടും കുഴപ്പമില്ല. ആദ്യം ബോബിൻ എടുക്കുകയാണ് ബെറ്റർ കേട്ടോ. അങ്ങനെ പോരും. അപ്പോൾ ഇതിനുള്ളത്തെ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ച് ഒഴിവാക്കിയിട്ട് ഒരു ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ബഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഇതിനുള്ളിലൊക്കെ കച്ചറയുണ്ട് ഈ ഗ്യാപ്പിൽ. ഇതിനുള്ളിലൊക്കെ ഫുള്ള് കച്ചറയാണ്. അതൊക്കെ തുടച്ച് ഒഴിവാക്കണം കേട്ടോ നല്ല വൃത്തിയിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും നല്ല സ്മൂത്തായിട്ടുള്ള കിട്ടുക എന്നുണ്ടെങ്കിൽ ബഡ്സൊക്കെ ഉണ്ടെങ്കിൽ ബഡ്സാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ബഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഷട്ടിലുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നും പോയിട്ട് കുത്തിയിട്ടൊന്നും സ്ക്രാച്ച് ആവരുത്. നല്ല വിലയുള്ള സാധനമാണ്. 1000 ചില്ലാർ രൂപ വില ഉണ്ട്. അപ്പോൾ സ്ക്രാച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും. പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചൊക്കെ ആയിന്ന് തോന്നിയാൽ ഈ 1000-ൻ്റെ ഈ എംഎൽ പേപ്പർ ഒന്ന് വാങ്ങാം. ഇതാണ് 1000-ൻ്റെ എംഎൽ പേപ്പർ. ഇത് വാങ്ങിയിട്ട് ആ ഭാഗത്തൊന്ന് വരതി കൊടുക്കുക, സ്മൂത്താക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നൂറ് പൊട്ടണം കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കഴിയണം തുണി പിടിച്ച് വലിച്ചടിക്കരുത്. തുണി പിടിച്ച് വലിച്ചടിക്കുമ്പോഴൊക്കെയാണ് ഇതുമ്പോൾ സൂചി പോയി കുത്തുക കേട്ടോ. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതെങ്ങനെ കൊടുക്കാമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധനം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ചെറിയ മണമുള്ള ഭാഗം കാണാം. ആ നോബ് ഈ മൂലയിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. 4 ഭാഗം ഫ്ലാറ്റായിട്ട് വരണേ. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിയൂല കേട്ടോ. സ്റ്റക്കായി പോവുകയെ. കണ്ടോ ഇപ്പോൾ ഇവിടെ കുടുങ്ങി, ഈ മൂല കുടുങ്ങി. നമ്മൾ ഈ സ്റ്റോപ്പർ ഇവിടെയും വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ സ്റ്റോപ്പറൊക്കെ അയച്ചെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഉള്ളിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കൂടുക. അപ്പോൾ ഇത് വെക്കേണ്ട രീതി ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ. അവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 2 സ്ക്രൂവിൻ്റെ ഇതുണ്ടാവും കേട്ടോ. ഇവിടെ വന്നിട്ട് ഇത് തട്ടും ചെയ്യും. ആ രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കുക കേട്ടോ. സ്ക്രൂ വീണിട്ടുണ്ടെങ്കിൽ പണി കൂടുക. പിന്നെ ഇത് ഇപ്പോൾ ടൈറ്റ് ആക്കുന്ന സമയത്തൊക്കെ മാഗ്നറ്റ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ. ഇത് ചെയ്യണ സമയത്ത് ആ ത്രെഡ് ക്രോസിൽ കയറ്റരുത്. കറക്റ്റ് ആവണം കേട്ടോ. റോങ്ങിൽ കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പിരി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇൻട്രസ്റ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരുപാട് മെനക്കെടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് എപ്പോഴും
പെർഫെക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് പ്രയാസമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും കേട്ടോ, പിന്നെ അത് ശരിയായിക്കോളും. അപ്പോൾ നമ്മളിത് ഈ സാധനം സ്റ്റോപ്പർ ടൈറ്റ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ സ്റ്റോപ്പർ വന്നിട്ടുമ്പോൾ ഈ കേസുമ്പോൾ നല്ലോണം മുട്ടി നിൽക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് വെക്കാൻ കേട്ടോ. അപ്പോഴേ ഈ കേസിന് ഫ്രീ ആയിട്ട് ഇത് കൂടി ഓടാൻ കഴിയുള്ളൂ. നൂലൊക്കെ റിലീസായിട്ട് കിട്ടാനൊക്കെ ഈസി ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. നല്ല മുട്ടിച്ച് നിർത്തരുത് കേട്ടോ. കുറച്ചൊരു ബാക്ക് ഇട്ടിട്ട് ചെറിയൊരു പ്ലയൽ നിർത്തുക. ഓക്കെ, എന്നിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് കേട്ടോ, ഈ ചെറിയൊരു ഗ്യാപ്പാണ് ഇടേണ്ടത് കേട്ടോ. ആ ഗ്യാപ്പിൽ വെച്ചിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ കൈയായിട്ട് ആദ്യം വീലൊന്ന് തിരിച്ചു നോക്കണം കേട്ടോ. മിഷീനിൽ ഇത് തിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ടൈറ്റ് ഉണ്ടോ എന്നുള്ളത് തിരിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ അത് സ്മൂത്തായിട്ടാണ് ഓടുന്നത് കേട്ടോ. ഈ സ്മൂത്താണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ സെറ്റാക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈയായിട്ടൊന്ന് ഇങ്ങനെ നോക്കുക, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടണമോ നോക്കുക കേട്ടോ. ഈ രണ്ട് സൈഡിലേക്കും ചെറിയൊരു പ്ലേ വേണം, അപ്പോഴേ നൂല് സ്മൂത്തായിട്ട് പോരുള്ളൂ. ഒറ്റ നൂല് കുടുങ്ങി ശ്രദ്ധിക്കണേ. ഇതിൽ നമ്മൾ ഓയിൽ എവിടെ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്കുള്ള സംശയമാണ് ഈ മിഷീനിൽ എവിടെ ഓയിൽ കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഈ കേസിൻ്റെ ഈ ഉള്ളിൽ റൗണ്ട് ഭാഗം കണ്ട ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റൗണ്ട് ഭാഗത്താണ് ഓയിൽ കൊടുക്കേണ്ടത് കേട്ടോ. ഇതിനുള്ളിലെ ഒരു രണ്ട് ഡ്രോപ്പ് മതി കേട്ടോ, കൂടുതൽ വേണ്ട. അപ്പോൾ ഒന്നും കൂടി സ്മൂത്ത് ആവും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചോളൂ കേട്ടോ, സബ്സ്ക്രൈബും ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ നീഡിൽ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്ന കേട്ടോ. നീഡിൽ പ്ലേറ്റൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ആ ഫീഡോഗിൻ്റെ ഉള്ളിലൊക്കെ കുറേ അഴുക്കൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ സൂചിയായിട്ട് എന്തെങ്കിലുമൊക്കെ അഴുക്ക് കളയുക കേട്ടോ, തോണ്ടി കളയുക. എന്നാലേ ഫീഡോഗ് കറക്റ്റ് മൂവ് ചെയ്യുള്ളൂ കേട്ടോ. വെച്ചിട്ട് കറക്റ്റ് 2 സ്ക്രൂ കൂടി വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ, 2 സ്ക്രൂ. നിങ്ങൾക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ്റെ കൂടെ വരുന്ന ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അതെടുത്താലും മതി. ഞാൻ ഇടയ്ക്ക് ഇവിടെയൊക്കെ ഓയിൽ കൊടുക്കാം കേട്ടോ. ഇതിന് ഇതൊക്കെ തുറക്കുന്ന സമയത്ത് വേണമെങ്കിൽ 2 ഡ്രോപ്പ് ഓയിൽ ഇവിടെ എത്തിച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ക്യാമിൻ്റെ ഉള്ളിൽ തിരിച്ചിട്ട് തിരിച്ച് ഇങ്ങനെ പോകണം. അപ്പോൾ വേണ്ട ക്യാമുണ്ടോ, ക്യാമിൻ്റെ ഈ ഗ്യാപ്പിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇതിനായിട്ട് അപ്പോൾ കൊടുക്കാൻ വേണ്ടി അയക്കണ്ട കേട്ടോ. അപ്പോൾ അയക്കണ സമയത്ത് കൊടുത്താൽ മതിയേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെല്ലാവർക്കും ഒരു സംശയം എന്താ വെച്ചാൽ ഈ കേസ് ആയതുകൊണ്ട് ഇതിലെങ്ങനെ നൂലിടുക എന്നുള്ളതാണ് ചിലവർക്കുള്ള സംശയം. അപ്പോൾ ഇതെങ്ങനെ നൂലിടുക വെച്ചാൽ ഈ ബോബിൻ്റെ നൂല് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം ആദ്യം വെക്കാൻ കേട്ടോ. നൂല് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ കേട്ടോ, കണ്ടോ ഈ ലെവലിൽ കേട്ടോ, കാണില്ലേ? എന്നിട്ട് ആദ്യം ബോബിന് വെച്ചതിൻ്റെ ശേഷം ഈ കട്ടിങ്ങിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ എടുക്കുക. ആ കട്ടിങ് ഒന്ന് കാണിച്ചു കൊടുത്താളി, ആ ഇതായിട്ട് തൊട്ടിട്ട്. ഇതാണ് കട്ടിങ് കേട്ടോ, ഈ ഭാഗം. എന്നിട്ട് നമ്മൾ നൂല് മേൽനൂലും അടിനൂലും കൂടി എടുത്തതിൻ്റെ ശേഷം വേണം ഇത് അടയ്ക്കാൻ കേട്ടോ. ഓട്ടോമാറ്റിക് നീട് തടലിൽ നൂല് കോർക്കണം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, വേണമെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടാ. ഈ സാധനം കാത്തി പിടിച്ചിട്ടാണ് ഇതിൽ നൂല് കോർക്കുക കേട്ടോ. സൂചി മേലേക്കാക്കി നിർത്തണം, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് വേണം ഈ സാധനം താത്തി വയ്ക്കാൻ. താത്തി ഇങ്ങനെ പിടിച്ചതിൻ്റെ ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്നാണ് പുറത്ത്. എന്നിട്ട് നമ്മൾ ഇതങ്ങോട്ട് വിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നൂലുള്ളിലേക്ക് കയറും. ഇനി ഇതങ്ങോട്ട് നോക്കൂ, ഈ ഹാൻഡ് വീല് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഈ അടിയത്തെ നൂലും കൊണ്ട് മേലെ കൂടി ഇങ്ങോട്ട് പൊന്തി വരും കേട്ടോ. അങ്ങനെ
കൊടുത്തൊന്നുമില്ലല്ലോ. പിടുത്തൊന്നുമില്ല, ഫ്രീ ആണ്. ഇനി അടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാലോ കേട്ടോ. എന്നതിൻ്റെ ശേഷം നമ്മൾ ഈ ഗ്ലാസ്സിലുള്ള ഇത് അടയ്ക്കുക കേട്ടോ. ഈ ഭാഗം അടയ്ക്കുക. ഓക്കെ. എന്നിട്ട് ഫൂട്ട് വെച്ചതിൻ്റെ ശേഷം തുണിയൊക്കെ വയ്ക്കുക. ഇത് ടെൻഷൻ സെറ്റാണ് കേട്ടോ ഈ സാധനം. ഇത് സീറോയിലൊന്നും ആക്കി വെക്കരുത്. സീറോയിലൊക്കെ ആക്കി വെച്ച അടിയത്തെ സ്വിച്ച് കട്ട പിടിക്കുന്നത്. ഇതെപ്പോഴും നമ്മളൊരു 3 അല്ലെങ്കിൽ ഒരു 4 റേഞ്ചിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇത് നീഡിലിൻ്റെ പൊസിഷനാണ് കേട്ടോ. ഇത് അങ്ങോട്ടും കൊണ്ടും തിരിച്ച് കഴിഞ്ഞാൽ സൂചി അങ്ങോട്ടും കൊണ്ടും തിരിയും കേട്ടോ. ഇത് സിഡ്സാഗിൻ്റെ കൊടുത്ത് കേട്ടോ. നമുക്ക് സിഡ്സാഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണേ. ഓക്കെ. താഴത്തെ സ്വിച്ച്, ഇത് മേലത്തെ സ്വിച്ച് കേട്ടോ. സ്വിച്ച് അകലം കുറയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള അകലം കുറയ്ക്കാനുള്ളതാണ് ഇത് കേട്ടോ. ഓക്കെ. അകലം കുറയ്ക്കുന്ന എവിടെയെന്ന് മനസ്സിലായില്ലേ? ലെങ്ത്ത് എഴുതിയിട്ടുണ്ടാവും ഈ ഡയൽ കേട്ടോ. ഈ ഡയലുമിലാണ് നമ്മൾ ലെങ്ത്ത് കുറയ്ക്കുക കേട്ടോ, അകലം കുറയ്ക്കുക. ഇത് റിവേഴ്സിലുള്ളത് കേട്ടോ. കെട്ടിടാൻ ടക്കിടുക, കെട്ടിടുക, ഏടുക എന്നൊക്കെ പറയും. ഓക്കെ. പിന്നെ സിഡ്സാഗ് അടിക്കണം എന്ന് തോന്നിയാൽ ഇത് നമ്മളിങ്ങോട്ട് സിഡ്സാക്കി കൊണ്ടുവരിക. എന്നിട്ട് ഇതിവിടെ കൂട്ടി വെക്കണം കേട്ടോ. സിഡ്സാഗിൻ്റെ വിടുത്ത് ഇപ്പം നമുക്ക് ഈ ബ്ലൂത്തെ സ്റ്റിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ S1 എന്ന് എഴുതിയത് ഇവിടെ വെക്കണം കേട്ടോ. ഇതിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ S1 ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡയലിൽ ഈ ബ്ലൂ കാണുന്നില്ലേ, ഈ സ്റ്റിച്ച് വരും. ഓക്കെ. ഇവിടെ സിഡ്സാഗിൻ്റെ വിടുത്ത് കൂട്ടി വെക്കണം കേട്ടോ. ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തരുത്, അപ്പോൾ സിഡ്സാഗ് വരില്ല. ഇത് കൂട്ടി വയ്ക്കുക കേട്ടോ. ചിലവർക്കുള്ള സംശയം ഡോർ എങ്ങനെ തുറക്കുക എന്നുള്ളതാണ് കേട്ടോ. ഡോർ തുറക്കാനൊന്നുമില്ല, സിമ്പിളാണ്. ഇതിങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് വലിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും കേട്ടോ. ഇവിടെ പിടിച്ചിട്ട് കേട്ടോ, ഈ ഗ്യാപ്പിൽ പിടിക്കുക. ഓക്കെ. ഇതോ രണ്ടും കൂടെ നോക്കൂ. ഇതോ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക കേട്ടോ.